ഒരു 100, 200, 500 അല്ലെങ്കിൽ 1000 അതിലേറെയോ വർഷങ്ങൾ പഴക്കമുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ പാലക്കാടുള്ള കൊല്ലങ്കോടെന്നുള്ള ദേശത്തെത്തണം. ചുമ്മാ വല്ല മലയാള സിനിമ പഴയ കാലഘട്ടങ്ങളെയൊക്കെ ചിത്രീകരിക്കുന്നതിനായിട്ട് പാലക്കാട് ഓടിയെത്തുന്നത്, അതും ഈ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാനീ പറഞ്ഞ 100, 1000 വർഷങ്ങളൊക്കെ പഴക്കം തോന്നുന്ന സ്ഥലങ്ങൾ ഇന്ന് പലയിടത്തും ഉണ്ട്. പക്ഷേ എങ്കിലും വളരെ വിശാലമായ കാഴ്ചകൾ, കണ്ണെത്താ ദൂരത്ത് 1000, 5000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗ്രാമമാണെന്ന് തോന്നിപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് വികസനങ്ങളൊന്നും ഇവിടെ ഇല്ലയെന്നല്ല, വികസനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഗ്രാമഭംഗിയെ അവർ ചൂഷണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഒരു താമസ സൗകര്യത്തിനായിട്ടുള്ളൊരു സ്ഥലം തപ്പി നടന്നു. ഗൂഗിളിൽ തപ്പിയപ്പോൾ ഒരു ഫാം സ്റ്റേ കണ്ടു. നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. കൊല്ലങ്കോടിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്ന ഈ വലിയ മലനിരകൾക്ക് അരികിലായിട്ടായിരുന്നു ആ ഒരു ഫാം സ്റ്റേ. വളരെ വിജനമായ വഴികളിലൂടെ ചെറിയൊരു ഭയം തോന്നുമെങ്കിലും ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയുടെ ആ ഒരു വശ്യ സൗന്ദര്യം ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. ഒടുവിലൊരു വലിയ പാറമലയുടെ ഒത്ത ചുവട്ടിലായിട്ടാണ് ഈ ഒരു ഫാം സ്റ്റേ. ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത പോയി അനുഭവിച്ചറിഞ്ഞിട്ട് അത് എത്രത്തോളം വിഷ്വലിലൂടെ എനിക്ക് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എനിക്കറിയത്തില്ല. പക്ഷെ ഒരിക്കലെങ്കിലും അവസരം കിട്ടിയാൽ നിങ്ങൾ ഈ ഒരു സ്ഥലം ഒന്ന് അനുഭവിച്ചറിയണം. എത്ര ഏക്കറിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിലും വളരെ വിശാലമായിട്ടുള്ള മാന്തോപ്പിന് നടുവിലായിട്ടുള്ളൊരു ഫാം സ്റ്റേയുമായിരുന്നു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കൃഷി ചെയ്യുന്ന സ്ഥലം ഇവിടമാണെന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. ഇത്രയും മനോഹരമായിട്ടുള്ള അത്ഭുതങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കിടക്കുന്നത് അറിയാതെ പോകുന്നതിലുള്ളൊരു പുച്ഛവും എനിക്ക് എന്നോട് തന്നെ തോന്നി.